പ്രേയിങ് കേരള എന്നുള്ള ഒരു പരിപാടി കണ്ടു. അതിലെനിക്ക് വളരെ ആത്മീയമായ ഒരു ഉണർവ് എനിക്ക് ലഭിച്ചു. I started day with Praying Kerala. It has been a blessing to my life. ലോൺ അപേക്ഷിച്ചാൽ പ്രേയിങ് കേരള വിളിച്ചു പറഞ്ഞ ഉടനെ അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടി. ഞാൻ ആ പ്രേയർ കേരളയുടെ പ്രാർത്ഥന കണ്ടു. അന്നോട്ട് എനിക്ക് വലിയ വിശ്വാസമായി. അങ്കിളിന് ഹെപ്പറ്റൈറ്റിസ് ബി കൂടി മരിച്ചു പോകുന്ന ഡോക്ടർമാരെല്ലാം പറഞ്ഞതാണ്. ഒരു 1.5 മാസം കിടക്കണമെന്ന് പറഞ്ഞ കേസ് 14 ദിവസം പോലും എടുത്തില്ല. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു. 6 മണിയാവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് TV ട്യൂൺ ചെയ്യാൻ. എല്ലാവരും ഈ പ്രഭാതത്തിൽ ചേർന്ന് ഈ ശുശ്രൂഷയിലേക്ക് ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. We welcome everyone joining us from all across the globe. And I tell you, this is the day that the Lord has made, and let's rejoice in Him. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാകയാൽ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് സന്തോഷിക്കാം. Beloved, I tell you, God has not planned anything evil for your life. ദൈവം താങ്കളുടെ ജീവിതത്തിന് വിരോധമായി ഒരു ദോഷവും പദ്ധതിയിട്ടിട്ടില്ല. ആകയാൽ only trust and believe in Jesus. ക്രിസ്തുവിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുക മാത്രം ചെയ്യുക. And Jesus has a future for you. യേശുവിന് നമുക്ക് വേണ്ടി ഒരു ശുഭമായ ഭാവിയുണ്ട്. ആ 2 കരങ്ങൾ ഉയർത്തി ഞങ്ങളോടൊപ്പം Hallelujah. Hallelujah.
നമുക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉയർന്ന ചിന്തകളുള്ള, നമുക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉയർന്ന വഴികൾ കരുതിയിട്ടുള്ള ഒരു സൃഷ്ടിതാവാം യേശുവിനെയാണ് ഈ പകൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത്. ഈ പകൽ സകല ഹൃദയങ്ങളും ആ യേശുവിലേക്ക് വരട്ടെ. കഴിയുമെങ്കിൽ ആ സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ സാന്നിധ്യത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ വഴികളല്ല യേശുവേ നിൻ്റെ വഴികൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പ്ലാനുകളല്ല നിൻ്റെ പ്ലാനുകൾ എൻ്റെ ജീവിതത്തിൽ വരണം. ലോർഡ്, കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ. വി ബ്ലസ് എവ്രി one in the Praying Kerala family, Lord, and wherever they are, we release the blessings of God over their lives, Lord. Father, let your face shine on them like never before, Lord. കർത്താവേ, മുൻപൊരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ മുഖം അവരുടെ മേൽ പ്രകാശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ പിതാവിനെ, മാതാവിനെ, ആ യുവാവിനെ, ആ യുവതിയെ, ആ ഭർത്താവിനെ, ആ ഭാര്യയെ, ആൺമകനെ, പെൺമകളെ കർത്താവെ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. We bless them with the blessings of heaven above. In Jesus mighty name. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ഈ ആരാധനയിൽ സംഭവിക്കുന്നത് താങ്കളുടെ ശരീരത്തിൽ, താങ്കളുടെ മുറിക്കുള്ളിലേക്ക് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം ശക്തമായി ഇറങ്ങിക്കൊണ്ടിരിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി വന്നിടട്ടെ ചേർന്ന് യേശുവിൻ സാന്നിധ്യമേ വന്നിടട്ടെ. ഒരിക്കൽ കൂടെ യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ. King of Kings. Let's sing the same. യേശുവിൻ സാന്നിധ്യമേ. The Lord reigns. വന്നിടട്ടെ. പാസ്റ്റർസിനും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉയർന്ന ചിന്തകൾ, നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ ഉയർന്ന വഴികൾ നമുക്ക് വേണ്ടി കരുതിയ, ഒരുക്കിയ ഒരു യേശുവിൻ്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ ഈ സന്ദർഭത്തിൽ വായിക്കുന്നു. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 60 വേഴ്സ് 5. അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിന് ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. So what's the plan of God for us? നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താ? നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് വികസിക്കണം. ഇന്ന് ദുഃഖം കൊണ്ട് ഹൃദയം വികസിച്ചിരിക്കുക, വേദന കൊണ്ട്, വ്യഥ കൊണ്ട്, കയ്പ് കൊണ്ട്, പക കൊണ്ട്, ആങ്സൈറ്റി, being perplexed, knowing not what to do next, having tried every way and means but reached nowhere. എല്ലാ വഴികളും പരിശ്രമിച്ചു, എങ്ങും എത്തിച്ചേർന്നില്ല. ദുഃഖം, ആകുലത, ഹൃദയം നിറയുന്ന ഭാരങ്ങൾ, ഇതുകൊണ്ട് തിങ്ങിയിരിക്കുന്ന താങ്കളുടെ ഹൃദയത്തെക്കുറിച്ച് എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം താങ്കളുടെ ഹൃദയം സന്തോഷം കൊണ്ട് വികസിക്കുന്ന. God wants your heart to swell with joy. Pastor, കർത്താവിന്റെ വചനത്തിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലും യെശയ്യാ പ്രവചനം 22-ലും ഒരേ വാക്യം എഴുതിയിരിക്കുന്നു. നമുക്കത് രണ്ടൊന്ന് വായിക്കാം ഇന്ന് പകൽ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, He who has the key of David, he who opens and no one shuts, and shuts and no one opens. ഫിലദൽഫിയയുടെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന് താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും
ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന അരുളി ചെയ്യുന്നത്. ഹല്ലേലൂയ. യെശയ്യാ 22:22 എന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 22 വേഴ്സ് 22. ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും. യെസ്. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. എത്ര ഉറപ്പായിട്ടാ പറയുന്നത്. അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. സഹോദരങ്ങളെ, അശരണരായി ജീവിക്കുവാനല്ല യേശു താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. God doesn't want you to be a forlorn and nobody. ഒന്നുമല്ലാത്ത ഒന്നായി താങ്കളായിരിക്കണമെന്ന് യേശു ഒരിക്കലും താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. And he wants to make you somebody who will carry his glory in this generation. ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാക്കി താങ്കളെ ഉയർത്തുവാൻ കർത്താവ് ഇഷ്ടപ്പെടുന്നു. നോക്കിക്കേ, ദാവീദിന്റെ താക്കോലുള്ളവൻ, he who has the key of David, he who opens and no one shuts, and he who shuts and no one opens. അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല, അവൻ തുറന്നാൽ ആരും അടയ്ക്കില്ല. 2 വാക്യങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യവും യെശയ്യാ 22:22. യെശയ്യാ 22:22 നിന്നാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഈ വാക്യത്തെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ വെളിപ്പാട് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോസ്തലനായ യോഹന്നാനാ. യേശുവിന്റെ മാർവോട് പറ്റിയിരുന്ന അപ്പോസ്തലനായ യോഹന്നാൻ അത് എഴുതിയിരിക്കുന്നത്. പത്മോസ് എന്ന ദ്വീപിലാണ് താൻ ആയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ താൻ യേശുവിനെ കാണുന്നു. പത്മോസിൽ യോഹന്നാൻ കണ്ട യേശു നമ്മൾ മിക്കവരും കണ്ട യേശു അല്ല. യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന യേശു ഉയർത്തെഴുന്നേറ്റ് ദൈവിക തേജസ്സിൽ വസിക്കുന്ന, ഇന്ന് എനിക്കും നിനക്ക് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ ലഭ്യമായ ആ യേശുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്. സമയം പോലെ അതെടുത്ത് വായിക്കണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അത് വായിക്കണം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 10 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കൂ നമ്മുടെ യേശു ആരെന്ന്. ആ യോഹന്നാൻ ഈ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടിരിക്കുക. He was in exile in the island of Patmos. No man's help. ഒരു മനുഷ്യന്റെയും സഹായമില്ല. No one to open a door. ആരും ഒരു വാതിൽ തുറക്കാനില്ല. No one to fetch a glass of water for him. ആരുമില്ല അവന് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് കൊടുക്കുവാൻ. And no one to comfort him. അവനെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. And none to go for him and go with him. അവന് വേണ്ടി പോകുവാനും അവന്റെ കൂടെ പോകുവാനും ആരുമില്ല. Totally confused. എല്ലാം കൊണ്ടും ചിന്താക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. And no hope that he would ever return to the mainland. എപ്പോഴെങ്കിലും സ്വന്തക്കാരുടെ അടുത്തേക്ക്, അറിയാവുന്നവരുടെ അടുത്തേക്ക് തിരികെ വരുമെന്ന് ഒരു ചിന്തിക്കാൻ വഴിയില്ലാതിരിക്കുമ്പോൾ, and the kingdom was against him literally. ശരിക്കും രാജ്യം പോലും അവന് വിരോധമായി നിൽക്കുമ്പോൾ കണ്ട വെളിപ്പാട്, ആരും വാതിൽ തുറക്കാനില്ല. പക്ഷെ അവൻ കാണുന്നത് ദാവീദിന്റെ താക്കോലുള്ളവൻ. ഇന്ന് പകൽ അമ്മേ, ആന്റി, സിസ്റ്ററെ, ആ ഭാര്യയോട്, ആ ഭർത്താവിനോട്, ആ പിതാവിനോട്, ആ അണ്ണനോട്, ആ ചേട്ടനോട്, ആ കുഞ്ഞിനോട്, ആ യുവാവിനോട്, യുവതിയോട് ഞങ്ങൾ പറയുന്നു, ആരും ഒരു വാതിൽ തുറക്കാനില്ല. എത്ര കണ്ട് ശ്രമിച്ചിട്ട് ഒരു താക്കോലുമില്ല. ഇന്ന് പകൽ യേശുവിലേക്ക് നോക്ക്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദാവീദിന്റെ താക്കോൽ കരങ്ങളിൽ വഹിച്ചിരിക്കുന്നത് നമ്മളെ കാണിച്ചിട്ട് പോകാനല്ല, പകരം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തുറക്കുവാൻ. ചില കുത്തൊഴുക്കുകൾ താങ്കൾക്ക് വിരോധമായിട്ടുണ്ട്. അത് അടയ്ക്കാൻ താങ്കൾ പരിശ്രമിച്ചു, പക്ഷെ അടയുന്നില്ല. ഇന്ന് പകൽ ഈ യേശു താങ്കൾക്ക് വേണ്ടി ആ വാതിലുകൾ അടച്ചു തരും. പല കാലങ്ങൾ ശ്രമിച്ചിട്ടും തുറക്കപ്പെടാൻ കഴിയാത്ത വാതിലിനെ ഓർത്ത് താങ്കൾ വിഷമിക്കുന്നു. ഇന്ന് പകൽ ഈ യേശു താങ്കൾക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തരും. This same Jesus will open this door for you. പാസ്റ്റർ ഇരമ്യ 29:11
ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്യം, ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 29 verse 11. I would encourage എല്ലാവരും, everyone to note down this verse. ഇരമ്യാവ് 29:11 വായിച്ചു കേൾക്കട്ടെ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന്. For I know the thoughts that I have for you. എനിക്കറിയാം ഞാൻ നിനക്ക് വേണ്ടി ചിന്തിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന്. അത് നിന്റെ തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായിട്ട് അത്രയെന്ന് യഹോവയുടെ അരുളപ്പാട്. താക്കോലുള്ളവൻ പറയുക, കുഞ്ഞെ എനിക്കറിയാം, എനിക്കറിയാം നിനക്ക് വേണ്ടിയുള്ള എൻ്റെ ചിന്തകൾ അത് ഒരിക്കലും ദോഷത്തിന് വേണ്ടിയല്ല, അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് ആഴമേറിയ തകർച്ചയിലൂടെയോ വിഷമത്തിലൂടെയോ കുടുംബ ജീവിതം ആടിയുലയുന്ന അനുഭവത്തിൽ, സാമ്പത്തിക പരാധീനതകളുടെ നടുവിൽ, വെല്ലുവിളികളുടെ ആഴങ്ങളിൽ, റിജക്റ്റഡ് ബൈ ഓൾ, എല്ലാവരാലും നിഷേധിക്കപ്പെട്ട് ആരുമല്ല. കഴിഞ്ഞ ദിവസം എന്നോട് ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു സഹോദരനോട് പറഞ്ഞ വാക്ക്, ഞാനും ആത്മഹത്യയും തമ്മിൽ ഒരു കൈമുഴം മാത്രം ദൂരത്തിലാണ് നടക്കുന്നത്. പല ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞു, മരണത്തിനും എന്നെ വേണ്ട. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പെറ്റമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കുന്ന യേശു. ആ യുവാവ് എന്നെക്കാൾ ഉയരമുള്ളവൻ, എന്നെക്കാൾ ഭാരമുള്ളവൻ, അവൻ എൻ്റെ ചുമലിലേക്ക് വീണ് വാവിട്ട് നിലവിളിക്കുമ്പോൾ ആ യേശുവിൻ്റെ സമാധാനം അവനെ രൂപാന്തരപ്പെടുത്തുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. താങ്കളുടെ ജീവിതം യേശുവിൻ്റെ സഹായത്തിൻ്റെ കരത്തിൽ നിന്ന് ദൂരെയല്ല. ടുഡേ ഇസ് ദ ഡേ ഓഫ് യുവർ മിറക്കിൾ. ഇന്ന് താങ്കളുടെ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. രണ്ട് കരങ്ങളും ഉയർത്തി, കഴിയുമെങ്കിൽ അവിടെ എല്ലാവരും എഴുന്നേറ്റ്, കർത്താവേ, ദൈവമേ, യേശുവേ, എനിക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി അവിടുന്ന് പോകും. യെസ്, ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുക. ഇരമ്യാവ് 22:22. ഇരമ്യാവ് 22 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. Let me read it from in English version. Jeremiah chapter 29 verse 11. For I know the thoughts that I have toward you, says the Lord, thoughts of peace and not of evil, to give you a future and a hope. നിനക്കൊരു ഭാവി തരുവാൻ താങ്കളെക്കുറിച്ച് നല്ലത് ചിന്തിക്കുന്ന ഈ യേശു, ഈ യേശുവിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. കണ്ണുനീര് യേശു തുടയ്ക്കും. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ പാട്ട് നമുക്ക് ചേർന്നൊന്ന് പാടാം. എല്ലാവരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ ഓടിയ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ഞങ്ങളിൽ വ്യാപരിക്കുന്ന, ഞങ്ങളിലേക്ക് പകർന്നു നൽകപ്പെടുന്ന ഇതേ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ താങ്കളുടെ ശരീരത്തിലേക്ക്, താങ്കളുടെ ജീവിതത്തിലേക്ക്, കരഞ്ഞടിയുന്ന ജീവിതത്തിലേക്ക്, വേദന കൊണ്ട് വീർത്തിരിക്കുന്ന ഹൃദയത്തിലേക്ക്, ദുഃഖത്തിന് പകരം ദൈവിക സന്തോഷം കൊണ്ട് കർത്താവ് ഈ പകൽ താങ്കളെ നിറയ്ക്കുന്നു. Jesus wants to lift you up. Jesus wants to bless you with a future and peace that passeth all understanding. സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഭാവി കൊണ്ടും താങ്കളെ നിറയ്ക്കുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. കരുതി യേശു നല്ല ഓഹരി. ഒരിക്കൽ കൂടെ എനിക്കാ കരുതി
യേശു നല്ല ഓഹരി. ഒരിക്കൽ കൂടെ മാർവിൽ കരം വെച്ച് എനിക്കാ കരുതി യേശു നല്ല ഓഹരി. എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ എനിക്കാ കരുതി യേശു നല്ല ഓഹരി. കഷ്ടങ്ങളിൽ നല്ല തുണയേ. നമുക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. ഭാവി എന്തെന്നറിയാൻ കഴിയാതെ വിലപിക്കുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നാളെ എന്തായി തീരുമെന്ന് വിഷമിക്കുന്നവരുണ്ട്. മക്കളെ ഓർത്ത് വിലപിക്കുന്ന മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ ഓർത്ത് വിലപിക്കുന്ന മക്കളുണ്ട്. ഭാര്യയെ ഓർത്ത് വിഷമിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ ഓർത്ത് വിഷമിക്കുന്ന ഭാര്യ. നമുക്കിന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് ഓടി ആ സ്ക്രീനിലേക്ക് വന്ന് സ്പർശിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. യേശുവിന്റെ ഉയർപ്പിന്റെ ശക്തി താങ്കളുടെ ശരീരത്തിന്റെ മേലെ ഉച്ച മുതൽ പാദം വരെ കറണ്ട് അടിക്കുന്നത് പോലെ താങ്കളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവ സാന്നിധ്യം ഇപ്പോൾ തന്നെ താങ്കളുടെ മേൽ ഇറങ്ങി വരുന്നു. ഓടി വന്ന് ആ സ്ക്രീനിലേക്ക് വന്ന് തൊട്ടുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. രണ്ട് കരങ്ങളും ആ സ്ക്രീനിലേക്ക് വെച്ച് ചേർന്ന് നിന്ന് അപ്പനും അമ്മയും സഹോദരങ്ങളും മക്കളും ഒന്നിച്ചു ചേർന്ന് നിന്ന് എല്ലാവരും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ കുറിച്ച് കർത്താവേ, ഹല്ലേലൂയ, വലിയ വഴികൾ തുറക്കുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ആർക്കും അടയ്ക്കാതെ വണ്ണം കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഒരു ശുഭകരമായ ഭാവി നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തുറന്നു വെച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അത് കാണാതെ കർത്താവേ, ഹല്ലേലൂയ, വട്ടം കറങ്ങുന്ന ഓരോരുത്തരെ ഓർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ആത്മദൃഷ്ടികൾ തുറക്കപ്പെടുമാറാകട്ടെ. അങ്ങയുടെ വാതിൽ തുറന്ന വാതിലുകൾ കണ്ട് അതിലേക്ക് പ്രവേശിക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എന്തിന്റെ സാന്നിധ്യത്താൽ നീ അവരെ ശക്തമായി നിറച്ചാട്ടെ. ഉച്ച മുതൽ ഉള്ളം കാൽവരെയും ഇപ്പോൾ തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ് അവരുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് വികസിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പദ്ധതിക്കുള്ളിൽ അവർ സുരക്ഷിതരായിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ. യേശു നമുക്ക് വേണ്ടി കരുതിയത് ശുഭമായ ഭാവിയാണ്. വചനപ്രകാരം ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു, യേശു താങ്കൾക്ക് വേണ്ടി ഒരു ദോഷവും പദ്ധതിയിട്ടിട്ടില്ല. ഞാനൊരു നിമിഷം ഈ ഓൾട്ടറിൽ ഇരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. താങ്കളുടെ ശരീരത്തിൽ സൗഖ്യമുണ്ടാകണം. ഉച്ച മുതൽ പാദം വരെ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, കിടക്കയിലായിരിക്കുന്നവരുണ്ട്. കിടക്കയിൽ കിടന്നുകൊണ്ട് അടുത്ത മുറിയിലിരിക്കുന്ന ടിവിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. തളർന്നു കിടക്കുന്ന ജീവിതത്തിൻ്റെ മേലെ തല മുതൽ പാദം വരെ അകത്തും പുറത്തും നാനാവിധ രോഗത്താൽ ബാധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. കഴിയുമെങ്കിൽ കരം രോഗമുള്ള ഭാഗത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ രണ്ട് കരങ്ങളും തലമേൽ തന്നെ എടുത്തു വയ്ക്കൂ, അല്ലെങ്കിൽ മാർവിൽ എടുത്തു വയ്ക്കൂ. യേശുവിനോട്, യേശുവെ അവിടുന്ന് എന്നെ സ്പർശിക്കണം. ഒരു നിമിഷം ചേർന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം ഞാൻ ഓൾട്ടറിലിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ വിടുതലുകൾ കേരളയിലൂടെ കർത്താവ് ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ 10,000-കണക്കിന് ദൈവത്തിൻ്റെ മക്കൾ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. രോഗികളായ സകല വ്യക്തികളിൽ മേലും ദൈവത്തിന്റെ കരം, യേശുവിന്റെ കരം ഇപ്പോൾ തന്നെ ഡയബറ്റീസ് നോർമൽ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ലിവർ സിറോസിസ് മാറട്ടെ. കരൾ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രായഭേദ്യമെന്ന്, സ്ത്രീ പുരുഷ ഭേദമെന്ന് കരൾ രോഗത്താൽ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിലയേറിയ ചികിത്സയുടെ മുമ്പിൽ കൈ മലർത്തി നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനപ്രകാരം അവരിപ്പോൾ സൗഖ്യമാകട്ടെ. തല മുതൽ പാദം വരെ അസ്ഥികളിൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഞരമ്പുകളെ ബാധിച്ച രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം അവരിലേക്ക് വരട്ടെ. തല മുതൽ പാദം വരെ ഏതു തരം ക്യാൻസറിനാൽ അവർ ഭാരപ്പെടുന്നെങ്കിലും ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ഇപ്പോൾ കരം നീട്ടും. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം
യേശുവിന്റെ നാമത്തിൽ അവരിൽ ഉണ്ടാകട്ടെ. ത്വക്ക് രോഗങ്ങൾ മാറട്ടെ, രഹസ്യ രോഗങ്ങൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ, ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കാരണമായിട്ട് മുടി കൊഴിയുന്നത് മാറട്ടെ, ചുണങ്ങുകൾ മാറട്ടെ, കണ്ണുകൾ സൗഖ്യമാകട്ടെ, പെർഫെക്റ്റ് വിഷനിലേക്ക് വരട്ടെ. യേശുവിന്റെ നാമത്തിലേക്ക് സൗഖ്യമാകട്ടെ, എംഡി സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. Glory to the Lord. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, മൾട്ടിപ്പിൾ ട്യൂമേഴ്സ് കടന്നു പോകുന്ന ഒരു ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. PCOD-യാൽ ഭാരപ്പെടുന്ന യുവതിമാർക്കായി, സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ സമൃദ്ധമായ ജീവൻ അവരിലേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ. കർത്താവേ, കേരള ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആശുപത്രികളിൽ നിന്നുള്ള ജീവിതങ്ങളുണ്ട്, കിടക്കയിലായിരിക്കുന്നവരുണ്ട്, വീടുകളിലായിരിക്കുന്നവരുണ്ട്. യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ അവരുടെ മേൽ വരട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അവിടുന്ന് പറഞ്ഞു. യേശുവേ, അവിടുന്ന് പറഞ്ഞു, ഞാൻ വചനം അയച്ച് സൗഖ്യമാക്കുന്നു. ഇപ്പോൾ തന്നെ അവിടുത്തെ വചനത്തെ ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ മേൽ അയക്കുന്നു. അവർ വചനത്താൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ താങ്കളുടെയോ താങ്കളുടെ പ്രിയപ്പെട്ടവരുടെയോ വിഷയങ്ങൾ 31,000 എത്തി നിൽക്കുന്ന ഈ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഈ ഓൾട്ടറിൽ താങ്കളുടെ വിവരങ്ങൾ ഉണ്ടാകാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുൻപായിട്ട് പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ജോലിയില്ലാതെ മകൾ വളരെ വിഷമിക്കുകയായിരുന്നു. യേശു അത്ഭുതകരമായി ഉയർന്ന ജോലി കൊടുത്തു. ബേബിയാണിത് ബാലരാമപുരത്ത് അറിയിച്ചിരിക്കുന്നത്. അന്നമ്മ ആലപ്പുഴയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഒരു ചിട്ടി ലഭിക്കാതെ വളരെ വിഷമിക്കായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, അത് ലഭിച്ചു. മകൾ പ്രിയയുടെ വിവാഹം നടക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഒറ്റപ്പാലത്തൊന്ന് വിളിച്ച് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചു. ജോലിയിലെ പ്രയാസങ്ങൾ മാറി. മാത്രമല്ല, അഥവാ പ്രയാസം വന്നാൽ അത് തരണം ചെയ്യാനുള്ള മനക്കരുത്ത് കേരള ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായി. ശാരീരിക പ്രശ്നങ്ങളിൽ നിന്ന് സൗഖ്യം യേശു നൽകി. കേരളയിൽ പ്രാർത്ഥിച്ചു. ശ്വാസമുട്ടൽ മാറി. ബ്രദറിന് ജോലി ലഭിച്ചു. വത്സമ്മ തലവടിയിൽ അറിയിച്ചിരിക്കുന്ന മരുമകൾ ന്യൂമോണിയയിൽ ഭാരപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു അത്ഭുത സൗഖ്യം നൽകി. മൂത്ത മകൾക്ക് 14 വർഷം ഉണ്ടായിരുന്ന അസുഖം പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ യേശു അത്ഭുതകരമായി സൗഖ്യമാക്കി. മകൻ, അത് ചെറിയ തുറയുന്ന മേരിക്കുട്ടിയെ വിളിച്ചു പറയുന്നത് പൊന്മണിയിൽ ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറയുന്ന മകൻ നിർമ്മൽ വയറുവേദനയാൽ ഭാരപ്പെടുകയായിരുന്നു. യേശു പ്രാർത്ഥന കേരളത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായ സൗഖ്യം നൽകി. 1.5 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പ്രഗ്നന്റ് ആണ്. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്, ഈ യേശു അത്ഭുതങ്ങളുടെ ദൈവം. കുഞ്ഞുറോസ് നഷ്ടപ്പെട്ട മകളുടെ കമ്മൽ തിരികെ കിട്ടി. പ്രാർത്ഥിക്കുന്ന കേരളത്തെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സെലിൻ നെടുമങ്ങാട് ഇല്ലാത്ത ഒരു പൊസിഷൻ ഉണ്ടാക്കി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹോട്ടലിൽ ഖത്തറിൽ മകന് യേശു ജോലി നൽകി. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥിച്ചതിനെ മാത്രം നന്മയാണെന്ന് ആ മാതാ സെലിന് അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഓ മൈ ഗാഡ്, ഇത് മുഴുവൻ വിടുതലിന്റെ സാക്ഷ്യങ്ങളാണ്. ഇന്ന് പകൽ താങ്കളുടെ വിടുതലുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ താങ്കളുടെ സമീപയാണ്. ഇന്ന് പകൽ ആ യേശുവിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്നിച്ച് ഈ 10,000ങ്ങളുടെ വിടുതലിനായി പ്രാർത്ഥന കേരളത്തിൽ എല്ലാവരും ചേർന്ന് 2 കരങ്ങളും ഉയർത്തിച്ചേർന്ന് പ്രാർത്ഥിച്ചാട്ട് ആ 2 കരങ്ങളും യേശുവിന്റെ സന്നിധിയിൽ വിശ്വാസത്തിന്റെ അടയാളമായി ഉയർത്തുമ്പോൾ, കർത്താവേ, വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ആ ദമ്പതികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതു തരം ക്ലേശമാണെങ്കിലും വൈദ്യശാസ്ത്രം അവരുടെ ശരീരത്തെക്കുറിച്ച് എന്തെല്ലാം വിധി പറഞ്ഞാലും ജീവന്റെ ഉറവിടമായവന്റെ അടുത്തേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. യേശുവേ, കുടുംബത്തെ അവിടുന്നാണ് സൃഷ്ടിച്ചത്. കുടുംബത്തിന് നൽകുന്ന ആദ്യത്തെ അനുഗ്രഹവും തലമുറയാണല്ലോ. അത് ഈ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവേ, അത് അവർ അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ഉള്ളവരായി തീരട്ടെ. സാമ്പത്തിക കെടുതിയിലൂടെ പോകുന്നവരുണ്ട്. അത്ഭുതകരമായി ദൈവത്തിന്റെ വഴികൾ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. രോഗികൾ സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ മാറട്ടെ. വസ്തുതർക്കങ്ങൾ മാറട്ടെ. അവകാശവാദങ്ങൾ, അന്യമായിട്ടുള്ള കൈവശങ്ങൾ, അതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സാമ്പത്തിക കെടുതികൾ മാറട്ടെ. ബിസിനസ്സിലെ കെടുതികൾ മാറട്ടെ. സാമ്പത്തിക നന്മയാൽ അവർ നിറയപ്പെടട്ടെ. എല്ലാറ്റിലും കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇവരുടെ തലയെ ഉയർത്തും.
ഈ ജീവിതങ്ങളുടെ തല യേശു അവിടുന്ന് ഉയർത്തും. കാരണം കർത്താവിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നു, നീ ഞങ്ങളുടെ തലകളെ ഉയർത്തുന്ന ദൈവമാ. Lord, we pray that you will lift the heads of these people, Lord, for you are the lifter of our heads, Lord. നീ ഞങ്ങളുടെ തലകളെ ഉയർത്തുന്ന ദൈവമാ, നീ ഞങ്ങളുടെ തലകളെ ഉയർത്തുന്ന ദൈവമാ. ഈ 10,000-കണക്കിന് ജീവിതങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ അവരിലും അവരുടെ കുടുംബങ്ങളിലും ദൈവിക വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉടൻ തന്നെ വിളിക്കുക. 7 മണിക്ക് ശേഷവും താങ്കൾക്ക് വിളിക്കുക. ഇന്ന് തന്നെ താങ്കൾ ഈ കർത്താവ് ചെയ്ത വിടുതലുകൾ വിളിച്ചു പറയണം. മറ്റുള്ളവരോട് ബ്രേക്കറിനെ കുറിച്ച് പറയുക, പ്രാർത്ഥിക്കാം. യേശു നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ചേർന്ന് സർവം ഭർത്താവ് മദ്യപാനി, കുടുംബ സമാധാനമില്ല. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ മകന്റെ കുടുംബത്തിൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ. ഭർത്താവിന്റെ മദ്യപാനം മാറട്ടെ, ദൈവിക സമാധാനം അനുഭവിക്കട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുമ്പനാട് നിന്ന് മാത്യു വിളിച്ചിരിക്കുന്നു. കാലിന് വേദന, യേശുവിന്റെ നാമത്തിൽ കർത്താവേ അദ്ദേഹത്തിന്റെ കാലിന് വേദനകൾ കർത്താവ് മാറേണ്ടതിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ലഭിച്ചതിനെ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ. കനകവല്ലി കണ്ണൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കേസിന്റെ ഹിയറിംഗ് ഡേറ്റ് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ കേസിന്റെ ഹിയറിംഗ് ഡേറ്റ് എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ. അവർക്ക് അനുകൂലമായിട്ടൊരു വിധി ഉണ്ടാകട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗ്രേസി പന്തളത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ നഷ്ടപ്പെട്ട ജോലി ലഭിക്കണം. മൂത്ത മകൾക്കും ജോലി ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ യേശുവിന്റെ നാമത്തിൽ ഗ്രേസി അന്യ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മക്കൾ ഇരുവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ ആ നഷ്ടപ്പെട്ട ജോലി ആ മകൾക്ക് ലഭിക്കുമാറാകട്ടെ. കർത്താവ് ഇരുവർക്കും നല്ല ജോലി നൽകി നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. നീലാമ തിരുവനന്തപുരം വിളിച്ചിരിക്കുന്നു. മകൾക്ക് സുഖപ്രസവം നടക്കണം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇളയ മകൾക്ക് നല്ല വിവാഹം നടക്കണം. ഗവൺമെന്റ് ജോലി ലഭിക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകളുടെ ഒരു സുഖപ്രസവം നടക്കട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറട്ടെ. ഇളയ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജോലിക്കായി അവിടുന്ന് ഒരു പുതുവാതിൽ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നിരണത്ത് നിന്ന് പൊന്നമ്മ വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൻ ജോഷ് പനി കഫം കെട്ട് മാറേണ്ടതിനെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ ഞങ്ങൾ ആ കുഞ്ഞുമകനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യ കുഞ്ഞിന് ലഭിക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യമുള്ള മകനായി തീരേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ. ട്രിവാൻഡ്രത്ത് നിന്ന് അജിത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് തൻ്റെ സഹോദരൻ അൻവിൻ ബഹറിൽ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അത് പാസ്സാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ ഇൻ്റർവ്യൂവിൽ ഓരോരുത്തർക്കും വേണ്ടി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അത്ഭുതം അവരുടെ മേൽ വെളിപ്പെടുവാൻ, അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട പാപി തുറന്നു കൊടുത്തിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ വഴികളിലേക്ക് അവർ പ്രവേശിക്കേണ്ടതിനായി നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. കഴക്കൂട്ടത്ത് നിന്ന് മോഹനെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു പ്രിന്റിംഗ് പ്രസ് നടത്തുകയാണ്. ബിസിനസ് വളരെയധികം കുറവ്, അത് ബിസിനസ്സിന് ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കടഭാരം അത് മാറേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വിഷയം ഇന്ന് പകൽ ഇൻ്റർവ്യൂവിന് വേണ്ടി കടന്നു പോകുന്നുണ്ട്. അനേകം ടെസ്റ്റുകൾ എഴുതേണ്ടവരുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിപ്പാൻ. ഇന്ന് പകൽ ബിസിനസ് മേഖലകളിൽ ദൈവത്തിൻ്റെ ഒരു നിറവുണ്ടാകേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ബിസിനസ് നടത്തുന്നവരാണോ ഇത് ഞങ്ങളോടൊപ്പം അവിടുത്തെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് ആ കരങ്ങളിൽ ദൈവസന്നിധി നിവർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ കരങ്ങളിലെ പ്രവൃത്തികളെ അങ്ങ് സാധ്യമാക്കി തരണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ ഇന്ന് പകൽ കർത്താവ് ഇന്റർവ്യൂവിന് വേണ്ടി കടന്നു പോകുന്ന അനേകർ ഈ പ്രാർത്ഥന കാലത്ത് ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നല്ലോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്റർവ്യൂ നന്നായി അറ്റൻഡ് ചെയ്ത് നല്ലതിൽ പാസ്സാകുവാൻ അങ്ങ് സഹായിച്ചാട്ടെ. കർത്താവ് ഇന്ന് പ്രഭാതി ഞങ്ങൾ കേട്ടതുപോലെ കർത്താവ് ഒരു ഉയർന്ന ഭാവി നീ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് അവർ പ്രവേശിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അതോടൊപ്പം ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബിസിനസിന് മേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസിന് മേൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കടഭാരതാൽ വലയുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരും അടയ്ക്കാതെ വണ്ണം വാതിലുകളെ തുറക്കുന്ന കർത്താവേ, നിന്റെ അത്ഭുതകരമായ ഒരു വാതിലിനെ നീ അവരുടെ മേൽ തുറക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആ നന്മകൾ അവരുടെ കരങ്ങളിൽ വരുമാറാകട്ടെ. ഉയർച്ച നൽകിയാട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ ഈ വരുന്ന 28, 29, 30 ദിവസങ്ങളിലാണ്. രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ആ 3 ദിവസങ്ങളിൽ ഫാസ്റ്റിംഗ് പ്രയർ. നിങ്ങൾ നേരത്തെ തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ വലിയ കാര്യം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ രാജ്യത്തിലും പരിശുദ്ധാത്മാവിന്റെ കരം വെളിപ്പെടുന്നതിനെ നമുക്ക് വിശേഷിച്ചാൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നാളെയാണ് 250ാമത്തെ പ്രേയിങ് കേരളയുടെ ആരാധനാ ദിവസം. 250 ദിവസങ്ങൾ പിന്നിടുകയാണ് നാളെ. തീർച്ചയായിട്ടും നാളത്തെ സ്പോൺസർഷിപ്പിന് വേണ്ടി ഞങ്ങൾ ഇന്ന് ആളുകളെ സ്വാഗതം ചെയ്യുന്നു. താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക.
കർത്താവിൻ്റെ വലിയ കാര്യങ്ങൾ നമുക്ക് നാളെ അനുഭവിക്കാം. വിശിഷ്യാല് അസാധാരണമായ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നാളെ വിശിഷ്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വലിയ പ്രവൃത്തിയുടെ നാളുകളായിരിക്കും മുമ്പോട്ട് ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കാൻ പോകുന്നത്. മിനി മദ്രാസിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. സണ്ണി മാത്യു +1 എക്സാം ആണ്. പരിശുദ്ധ കർത്താവെ, ഞങ്ങളുടെ മോനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നന്നായി പരീക്ഷ എഴുതുവാൻ തക്കണം ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ തന്റെ പൈതലിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ എങ്ങനെ ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ശുഭ എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. മക്കൾക്ക് വിവാഹം നടക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട വിവാഹം ഈ മക്കൾക്ക് ഉണ്ടാകുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യും. ദൈവത്തിന്റെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. അഞ്ചു ചെങ്ങന്നൂന്ന് വിളിച്ചിരിക്കുന്നു. പുറത്ത് ഭയങ്കര വേദന. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ തന്റെ മകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അഞ്ചു ചെങ്ങന്നൂർ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന്റെ വയറ്റിൽ വേദന. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ മകന്റെ വയറ്റിലെ വേദന പൂർണ്ണമായി വിട്ടുമാറട്ടെ. യേശു സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. അങ്ങനെ സൗഖ്യം ഈ ജീവിതത്തിന്മേൽ കൽപ്പിച്ചാക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മറിയാമ്മ കവിയൂരിൽ വിളിച്ചിരിക്കുന്നു. ഹോളോബ്രിക്സ് ഫാക്ടറിക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് ലഭിക്കണം. പരിശുദ്ധ കർത്താവെ, ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളുടെ നന്മകൾക്ക് കർത്താവ് എത്രയും പെട്ടെന്ന് വേഗത്തിൽ കർത്താവ് പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുന്ന ദൈവത്തിന്റെ കാര്യം അവിടെ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ചെയ്തതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ ആമേൻ. ശ്രീജ കരമനെന്ന് വിളിച്ചിരിക്കുന്നു. കുടുംബത്തിൽ സമാധാനമില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ദൈവിക സമാധാനം ഈ കുടുംബത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. എന്റെ കർത്താവിന്റെ കരങ്ങൾ ഈ കുടുംബത്തെ ഏൽപ്പിച്ചത് കർത്താവെ, എന്റെ യേശുവിന്റെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 അത് വന്നുകൊള്ളും. പ്രാർത്ഥിച്ചപ്പോൾ പശുവിൻ്റെ പ്രസവം ഭംഗിയായി നടന്നു. പശുക്കിടാവിനെ ലഭിച്ചു. ഇതെല്ലാം പ്രാർത്ഥന കേരളത്തിൽ വരുന്ന വിഷയങ്ങളൊക്കെ നോക്കി. ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ അനുഭവിക്കാൻ പറ്റുന്നത്, നമ്മുടെ ഏത് ചെറിയ കാര്യമെന്ന് തോന്നുന്നതും വലിയ വിഷയത്തിനും കർത്താവ് ഒരുപോലെ അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ആ ടെലിഫോൺ ഒന്ന് എടുക്കട്ടെ. ഹലോ 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 ആ സിഗ്നലിൽ എന്തോ പ്രോബ്ലമുണ്ട്. അത് തിരികെ എടുക്കാൻ നമുക്ക്. 5 മാസം പ്രായമുള്ള കുഞ്ഞിന് ഹാർട്ടിൻ്റെ ഹോളായി, കുടിക്കുന്ന പാൽ ഛർദ്ദിക്കുന്നു. 6-ാം മാസം ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പുഷ്പ പേയാടിൽ നിന്നാണ് നമ്മെ അറിയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. യേശു അത്ഭുതകരമായ കുഞ്ഞിനെ സൗഖ്യമാക്കുക. 6-ാമത്തെ മാസത്തിൽ ആ കുഞ്ഞിൻ്റെ മേൽ സർജറി വേണ്ട. യേശു ഇന്ന് ഇറങ്ങി അവിടെ ആ സൗഖ്യം നൽകും. വിൽസൺ പെരൈര നമ്മെ അറിയിക്കുന്ന വസ്തുവിൻ്റെ ജപ്തി നടപടി ഒഴിവായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. മകൾ ആഷ 15, 12, 13 എൻഗേജ്മെൻ്റ് ആണ്. ആവശ്യത്തിലുള്ള പണമുണ്ടാകണം. പ്രാർത്ഥിക്കുവാൻ വസന്ത വെള്ളനാടും നമ്മെ അറിയിച്ചിട്ടുണ്ട്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളുടെ മേൽ, ജീവിതങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരം വിശിഷ്യ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നിയോനാറ്റൽ ക്ലിനിക്കിൽ ആയിരിക്കുന്ന ഓരോ കുഞ്ഞിനു വേണ്ടി പ്രസവ അനന്തരം ഉള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ ഭവനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ഇപ്പോൾ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ 2 കരങ്ങളും ഉയർത്തി, വിശ്വാസത്തിൻ്റെ അടയാളമായ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ നവജാത ശിശുക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. 5 മാസമായ ഈ കുഞ്ഞിനായി വിശിഷ്യ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഹൃദയത്തിൻ്റെ ആ സുഷിരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അടയട്ടെ. അത് നിമിത്തം അത് കുടിക്കുന്ന പാല് ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നത് 6-ാമത്തെ മാസത്തിൽ അതിന് സർജറിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം യേശുവിൻ നാമത്തിൽ ആ കുഞ്ഞിന്റെ മേൽ വരട്ടെ. യേശു ചെയ്ത വിടുതൽ ആ ഡോക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായി തീരട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ തിങ്കളാഴ്ച ദിവസമാണല്ലോ. വിദ്യാഭ്യാസ മേഖലയിലായിരിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി
വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിൽ, ഗവൺമെന്റ് തലത്തിൽ ഇന്ത്യ മറ്റ് ഏതു രാജ്യത്തെക്കാളും വിദ്യാഭ്യാസ തലത്തിൽ ഉയർന്നു വരണം. നമുക്കത് പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ തലത്തിൽ സമൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടായേ മതിയാകുകയുള്ളൂ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം അത് ചെയ്യും. രണ്ട് കരങ്ങളും യേശുവിൽ വിശ്വസിച്ചതിൻ്റെ അടയാളമായി നമുക്ക് ഒന്നിച്ച് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ പരിവർത്തനം ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകട്ടെ. ക്വാളിറ്റേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിൽ ഉടലെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. പഠിക്കുന്ന വിഷയങ്ങൾ വിദ്യാർത്ഥികൾക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ. അവരുടെ ഭാവിക്ക്, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് പ്രയോജനമുള്ളത് പഠിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഉളവായി വരട്ടെ. കർത്താവേ, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ കൈകാര്യം ചെയ്യുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ജ്ഞാനം കൊണ്ട് അവിടുന്ന് നിറയ്ക്കണമേ. അവരുടെ സ്വകാര്യ ചിന്തകൾ വിദ്യാർത്ഥികളുടെ മേൽ ഏൽപ്പിക്കുന്ന ഒരു സംവിധാനം മാറട്ടെ. പകരം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജ്ഞാനം കൊണ്ട് അവിടുന്ന് നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ത്യയിൽ സമൂലമായ പരിവർത്തനം വിദ്യാഭ്യാസ രംഗത്തുണ്ടാകട്ടെ. ഇന്ന് വിദ്യാഭ്യാസത്തിൽ ചെറുതും വലുതുമായ കോഴ്സുകളിൽ ആയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ വിജയം ഞങ്ങൾ കൽപ്പിക്കുന്നു. നന്മ കൊണ്ട് അവിടുന്ന് അവരെ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ. ട്രിവാൻഡ്രത്ത് നിന്ന് ഏലിയമ്മ വിളിച്ച് വന്നെങ്കിൽ തലയുടെ പുറകിൽ മുഴയുണ്ട്. അത് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകണം. അവർ രണ്ട് കണ്ണിൻ്റെ കാറ്ററാക്ട് സർജറി നടത്തിയാണ് ഇപ്പോഴും ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു. പരിപൂർണമായ സൗഖ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ച് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കറിയാം അനേകം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കേസുകൾ ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സൗഖ്യമാക്കിയത് നമ്മൾ കാണും. നമുക്ക് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അനേകം ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇറങ്ങി വന്ന് അത്ഭുതകരമായി സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ കരം ഇന്നും നിങ്ങളുടെ മേൽ ഇറങ്ങേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർ പ്രാർത്ഥന കേരളത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ ചോദിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പ്രയാസങ്ങൾ അവിടുന്ന് മാറേണ്ടതിനായി, ആ രോഗം അവിടുന്ന് മാറേണ്ടതിനായി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കരങ്ങൾ ദൈവത്തിന് നീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തങ്കച്ചാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് വചനമായി അയച്ച് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. കർത്താവേ, രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന സ്വർഗ്ഗപിതാവേ, അല്ലെങ്കിൽ കർത്താവേ, ഓപ്പറേഷൻ കൂടാതെ കർത്താവേ, ആ സഹോദരന്റെ തലയിലുള്ള മുഴയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓപ്പറേഷൻ കൂടാതെ പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥനയായിട്ട് മറുപടി തന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കണ്ണിന്റെ ഓപ്പറേഷൻ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ കണ്ണിന്റെ രണ്ടും പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. തിരുവനന്തപുരത്ത് നിന്നും അഞ്ജന വിളിച്ചിരിക്കുന്നു. വിദ്യ 12 വർഷമായി മക്കളില്ലാതെ ഭാരപ്പെടുന്നു. വിദ്യയുടെ ഹസ്ബൻഡിന് ഷുഗർ കൂടുതലാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ വിദ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി കർത്താവ് ജീവിതത്തിൽ വെളിപ്പെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവരുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതം സംഭവിക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താവ് വിദ്യയുടെ ഹസ്ബൻഡിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷുഗർ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദേശീയ ചെങ്ങന്നൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകൾ +2 പഠിക്കുന്നു. പഠനം നന്നാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയ പിതാവേ, മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പഠനത്തിൽ കർത്താവെ ഒരു മികവ് ഉണ്ടാകട്ടെ. കർത്താവയുടെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആലുവയിൽ നിന്ന് റോസ് വിളിച്ചിരിക്കുന്നു. മകൾ മാനസികമായ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. കൊച്ചുമകൾക്ക് പിടിവാശിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഈ വിഷയങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ ജീവിതത്തിന് മാനസികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറട്ടെ. നീ ഇറങ്ങി ആ ജീവിതത്തിന് വേണ്ട സമാധാനത്തെ നൽകുമാറാണ്. സന്തോഷത്തെ തിരികെ നൽകണം കർത്താവെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കൊച്ചുമകൾക്കായി പ്രാർത്ഥിക്കുന്നു. പിടിവാശികളെല്ലാം മാറട്ടെ. ദൈവിക അനുസരണയും ജ്ഞാനത്താലും നിറയ്ക്കുമാറണം യേശുവിന്റെ നാമം. ആമേൻ. പുഷ്പ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. മകന് ജോലി, വിവാഹം നടക്കുന്ന കുടുംബത്തിൽ സമാധാനം വേണം. പ്രിയ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കൊടുത്ത് നീ അവനെ മാനിച്ചാട്ടെ കർത്താവേ. ഹല്ലേലൂയ. കർത്താവെ, തക്ക ഒരു തുണയെ കൊടുത്ത് നീ അവനെ അനുഗ്രഹിച്ചാട്ടെ. കുടുംബത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സമാധാനത്താൽ നിറച്ചാട്ടെ. കുടുംബത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറട്ടെ. എല്ലാ പ്രശ്നങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവ്, കുടുംബത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ചെങ്ങന്നൂരിൽ നിന്ന് ലീലാമ്മ വിളിച്ചിരിക്കുന്നു. കൊച്ചുമകൾ ഏഞ്ചൽ പനി കൂടി മാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. മകൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ പിതാവേ, ആ ഏഞ്ചൽ എന്ന് പറയുന്നത് മകൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാവട്ടെ.
എത്രയും വേഗം തന്നെ കഥാ ആ മകൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതൊക്കെ ഇടയാക്കണം. ശാരീരികമായി സൗഖ്യം നീ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വത്സമ ചങ്ങന്നൂരിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പനിയാണ്, ഭാരപ്പെടുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ പിതാവേ, ആന്റി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം അഭിഷേകത്തിന് മേൽ വെച്ചാട്ടെ. ആ പനി യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ ഇൻഫെക്ഷൻ യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നത്തെ പത്രത്തില് ഇന്ന് ഒരു ഹർത്താൽ ആണ് എന്ന് അറിയുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്തിനും ഏതിനും സമരത്തിൻ്റെ ആ സംവിധാനം, ജനജീവിതം സുഖമാകുന്ന ഈ സംവിധാനം കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് മാറിക്കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു, അത് സംഭവിക്കും. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന 6 സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കേൾക്കും. കരട് വിജ്ഞാപനമായ ശേഷം അഭിപ്രായം അറിയിക്കാൻ 60 ദിവസം എന്ന മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഈ ദിവസങ്ങളിൽ ഉരുത്തിരിയുന്ന ഈ പുതിയ പ്രശ്നത്തെക്കുറിച്ച് വിശദീകരണങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാകുന്ന തീരുമാനങ്ങൾ സമഗ്രമായ പഠനത്തിന് ശേഷം വിവിധ തട്ടുകളെ വ്യക്തമായി അപഗ്രഥിച്ചതിന് ശേഷമുള്ള വിജ്ഞാപനങ്ങൾ പുറത്തിറങ്ങേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനുള്ള ജ്ഞാനം നൽകേണ്ടതിന് പ്രാർത്ഥിക്കാം. ബൈബിൾ പഠിപ്പിക്കുന്നു ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, രാജ്യത്തിൻ്റെ ഭരണതലത്തിലുള്ളവർക്കായി 2 കരങ്ങളും ഉയർത്തി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ത്യയിൽ കർത്താവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവെ, ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന സകല രീതികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിർത്തുന്നു. അത് മാറട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. As the Lord reigns, as the Lord God Almighty reigns, and I take the authority of the name of Jesus and I put an end to such activities in Jesus name. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അത് മാറിപ്പോകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്ക്. ഇന്ത്യയിൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ത്യക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We bless India in Jesus name. ആ 2 കരങ്ങളും ഉയർത്തി എന്നോട് ചേർന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, ഞങ്ങൾ ഇന്ത്യയെ അനുഗ്രഹിക്കുന്നു. യേശുവേ, ഞങ്ങൾ ഇന്ത്യയെ അനുഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഭരണ സംവിധാനത്തെ അനുഗ്രഹിക്കുന്നു. ഭരണപക്ഷത്തെ പ്രതിപക്ഷത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യൻ ജുഡീഷ്യറി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യൻ ആരോഗ്യ രംഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യൻ ജനത്തിന്റെ സംരക്ഷണ സംവിധാനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നുഴഞ്ഞു കയറ്റങ്ങളും എല്ലാ അന്യശക്തികളും ഈ രാജ്യത്തു നിന്ന് മാറിപ്പോകട്ടെ. ഇവിടുത്തെ കാർഷിക മേഖലയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രൊഡക്ഷൻ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എക്സ്പോർട്ട് ഇമ്പോർട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. വിശിഷ്യ കർത്താവേ, ഈ രാജ്യത്ത് യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. 60% വരുന്ന യൗവനക്കാർക്കായി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ത്യയിലെ യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ശുഭമായ ഭാവിയുള്ളവരായി തീരട്ടെ. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ വീക്ഷണമുള്ളവരായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ യൗവനക്കാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. നാളെ 250ാമത്തെ ദിവസമാണ്. ഇത്രത്തോളം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത താങ്കളോട് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും ഹൃദയംഗമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രാർത്ഥന കേരളം എന്ന ഈ ശുശ്രൂഷ ഏതെങ്കിലും നിലയിൽ താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ അത് ഞങ്ങളോടൊന്ന് പറയുന്നത് ഞങ്ങൾക്ക് നന്നായിരുന്നു. ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ 7 മണിക്ക് ശേഷം ഈ ശുശ്രൂഷ താങ്കളെ എങ്ങനെ സ്വാധീനിക്കുന്നു അതറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ, മീഡിയ രംഗത്തുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഒരു സർവേയുടെ ഭാഗമായിട്ടൂടെയാണ് അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ദയവായി താങ്കളുടെ ജീവിതത്തിൽ ഈ ശുശ്രൂഷയിലൂടെ ദൈവം സ്വാധീനിക്കുന്നത് ഞങ്ങളെ അറിയിക്കുവാൻ ഇന്ന് തന്നെ ടെലഫോൺ എടുത്ത് ഞങ്ങളെ വിളിക്കണം. അഥവാ താങ്കളുടെ ഫോണിൽ പൈസ ഇല്ലെങ്കിൽ മിസ് കോൾ ഇട്ടാൽ മതി. ബ്രെയിൻ കേരളയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വിളിക്കാം. താങ്കളുടെ വിവരങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ മാത്രമല്ല, മുൻപോട്ട് നമുക്ക് എങ്ങനെ ഒന്നിച്ച് പോകാൻ പറ്റും, ഈ കാര്യങ്ങളോട് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കണം.
കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്കായി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് 7 മണിക്ക് ശേഷം താങ്കളുടെ കോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. മറക്കരുത്, വിളിക്കണം. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു നിമിഷം നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. പ്രത്യേകിച്ച് ഇന്നത്തെ പത്രത്തിലെ നിദാഖത്ത്, സൗദിയിൽ സംഘർഷം, നമ്മുടെ പല പ്രിയപ്പെട്ടവർ, ആയിരക്കണക്കിന് ആളുകൾ ആ രാജ്യത്തുണ്ട്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങളും ഉയർത്തി, ഉയർത്തുന്ന കരങ്ങൾ യേശുള്ള വിശ്വാസത്തിന് അടയാളമായി ഉയർത്തിക്കൊണ്ട് ചേർന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളുണ്ട്. വിശേഷ സൗദിയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. ധാരാളം ടെലഫോണുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കർത്താവെ, പ്രിയപ്പെട്ടവരെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിതങ്ങളോട് ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സമാധാനം, ദൈവത്തിന്റെ വലിയ മഹത്വം ഈ വിഷയങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ സുതാര്യത ഈ വിഷയങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ദൈവിക സംരക്ഷണം അവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രാർത്ഥനാ കേരളത്തിൽ ഞങ്ങളോട് പങ്കെടുത്തിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, നിങ്ങൾ വിളിച്ചു പറയുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വിഷയങ്ങൾ ഏതുമാകട്ടെ, നിങ്ങൾ ഏത് കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകട്ടെ, രോഗത്താൽ വിഷമിക്കുകയാണോ, സാമ്പത്തികമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോവുകയാണോ, മക്കളെ കുറിച്ച് നിങ്ങൾ വിലപിക്കുന്നു, മക്കളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, അവരുടെ ജോലിയെ കുറിച്ച്, അവർക്ക് തലമുറയില്ലാതെ, വിഷയം ഏതുമായാലും നമുക്കൊന്ന് യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. അനേകർ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പ് തിരുവല്ല എന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. മകന്റെ പെൻഷൻ ശരിയാകണം, വസ്തു വിറ്റു ഭവനം വാങ്ങുവാൻ പ്രാർത്ഥിക്കണം. അതുപോലെ ജോസി ശുവൻ ജയപുരം വിളിച്ചിരിക്കുന്നു. യൂട്രസിൽ ഒരു മുഴയുണ്ട്, ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല, HB കുറവാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. നമുക്കൊന്നിച്ച് ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ സിനു പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യൂട്രസിന് മുഴയാൽ ഭാരപ്പെടുന്ന കർത്താവേ, ജയിക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം മാടമേൽ ഇപ്പോൾ തന്നെ ഇറങ്ങി ചെല്ലണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വരുമാനമായി വിടുതൽ അങ്ങ് നൽകി കൊടുത്തോട്ടെ. ആ ഹീമോഗ്ലോബിന്റെ അളവ് അത് യേശുവിന്റെ നാമത്തിൽ അത് നോർമൽ ആകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഉച്ച മുതൽ ഉള്ളംകാൽ വരെയും കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യം കർത്താവേ ആ മകളുടെ മേൽ ഇറങ്ങട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഫിലിപ്പിന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പെൻഷന്റെ പ്രശ്നത്തിന് അങ്ങയുടെ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രശ്ന സംബന്ധമായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കാര്യത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവരുടെ പെൻഷൻ കാര്യത്തിന് മേൽ അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വസ്തു വിറ്റ് മറ്റൊരു വസ്തു വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നല്ലോ, അങ്ങയുടെ വിഹിതം വെളിപ്പെടണമേ, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തു സംബന്ധമായി ഭാരപ്പെടുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം കർത്താവേ അവിടെ സംഭവിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കർത്താവ് കരുതൽ അവർക്ക് വേണ്ടി ഉള്ളതിനായി സ്തോത്രം. അത് അവരുടെ കരങ്ങളിൽ എത്തിച്ചേരുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ അങ്ങനെ ചെയ്യുന്നതിനായി ഞങ്ങൾ നന്ദി പറയാണ് കർത്താവേ, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ. മോളി ജോൺ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. പുറം വേദന, ഉറക്കക്കുറവ്, മനസ്സമാധാനം ലഭിക്കണം. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദിവ്യമായ സമാധാനം തന്റെ മകളുടെ ഹൃദയത്തിൽ വാഴുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ സകല തന്ത്രങ്ങളെയും കർത്താവെ പുറത്താക്കി ദൈവിക സ്വസ്ഥത അനുഭവിക്കാൻ ഇടയാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. ലിസി കൊല്ലത്ത് വിളിച്ചിരിക്കുന്നു. മകളുടെ വിവാഹം നടക്കണം, എക്സാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, മകൾക്ക് അനുഗ്രഹിക്കുന്ന വിവാഹം നടക്കുവാൻ യേശുവിന്റെ നാമത്തിൽ ഇടയാകട്ടെ. കർത്താവേ, എക്സാമിന് നന്നായി പരീക്ഷ എഴുതുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, പ്രാർത്ഥന കേട്ടകൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പത്രത്തിൽ ഹെൽമെറ്റിന് ബ്രാക്കറ്റിൽ ഋഷിരാജ് സിംഗിനും നന്ദി. റോഡ് അപകട മരണനിരക്ക് കുറയുന്നു. അവിടെ വായിക്കുന്നത് ഹെൽമെറ്റ് നിർബന്ധമാക്കിയത് കേരളത്തിലെ റോഡ് അപകട മരണനിരക്ക് കുറച്ചതായി കണക്ക്. ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്ക് ഹെൽമെറ്റ് കർശനമാക്കാനുള്ള ഗതാഗത കമ്മീഷണർ ശ്രീ ഋഷിരാജ് സിംഗിൻ്റെ തീരുമാനം നടപ്പാക്കിയ ശേഷമുള്ള കഴിഞ്ഞ 40 ദിവസത്തെ അപകടങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഇത് വ്യക്തമാകുന്നത്. റോഡ് ഗതാഗതം സുരക്ഷിതമാകുവാൻ പ്രാർത്ഥന കേരളം ആരംഭം മുതൽ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള ഓഫീസേഴ്സ് വരട്ടെ. ശ്രീ ഋഷിരാജ് സിംഗ് സാറിന് പ്രത്യേക അഭിനന്ദനം. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഓരോ സ്റ്റാഫിനോടും പ്രൈം കേരളയിൽ നിന്ന് ഞങ്ങൾ അറിയിക്കുന്നു. തീർച്ചയായിട്ടും റോഡ് ഗതാഗതം സുരക്ഷിതത്വപൂർണ്ണമായേ മതിയാകുകയുള്ളൂ. അപകട മരണങ്ങൾ വേണ്ട. അപകടത്തിൽപ്പെട്ട് ക്ലേശിക്കുന്നവരുടെ ദുരിതങ്ങൾ പ്രൈം കേരളയിൽ ആയിരക്കണക്കിന് ജീവിതങ്ങളുടെ വിവരങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല, ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിലും ഉപരിയായിട്ട്
ജീവിതങ്ങൾ കഷ്ടപ്പെടുന്നത്, അപകടത്തെ തുടർന്ന് തളർന്നു കിടക്കുന്ന യൗവനക്കാർ, ജീവിച്ചിരിക്കേണ്ടവർ സമയത്തിന് മുമ്പ് തളർന്നു പോകുന്നത്, തല ചതഞ്ഞ് നട്ടെല്ല് ചതഞ്ഞ് അപകടത്തിൽപ്പെട്ട ദുരിതം അനുഭവിക്കുന്നവർ, നമുക്ക് ഇന്ന് തന്നെ തീരുമാനമെടുക്കണം. നാം നിമിത്തം വേറൊരാൾ അപകടത്തിൽപ്പെടരുത്, വേറൊരാൾ കരയരുത്. രണ്ട് കരങ്ങളും ഉയർത്തി കേരളത്തെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ ദൈവിക സംരക്ഷണം ഉണ്ടാകേണ്ടതിന് എല്ലാവരും ആ സ്ഥലത്ത് എഴുന്നേറ്റ് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കമോൺ, ആ ഭവനത്തിനകത്ത് എഴുന്നേറ്റ്, കഴിയുമെങ്കിൽ ആശുപത്രിയിൽ എഴുന്നേറ്റ്, ആ ഓഫീസിൽ എഴുന്നേറ്റ് ഞങ്ങളോടൊപ്പം ചേർന്ന് ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സംസ്ഥാനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവിക സംരക്ഷണം സമസ്ത മേഖലകളിലും ഉണ്ടാകട്ടെ. യേശുവേ, ഈ സംസ്ഥാനം ഉയർന്നു വരട്ടെ. ഭരണകർത്താക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണത്തിൽ ആയിത്തീരട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കണമേ. പ്രൈം കേരള കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് പകൽ ഓരോ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ വലിയ വിടുതലോടെ ഇന്ന് പകൽ കടന്നു വന്ന ഒരു കെട്ട് വിവരങ്ങളുണ്ട്. ഓരോ വിഷയങ്ങളും ഞങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും ഈ ഓരോ വിഷയത്തെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. യേശുവിന്റെ വിടുതൽ പ്രൈം കേരളയിൽ വിളിച്ചു പറഞ്ഞോ, വിടുതൽ മാത്രം പ്രതീക്ഷിക്കുക, യേശുവിൽ മാത്രം വിശ്വസിക്കുക. യേശുവിന്റെ ഭാവി തങ്ങളുടെ മേലുണ്ട്. രണ്ട് കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രൈം കേരള കുടുംബാംഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. We release the blessings of God over their lives in Jesus mighty name. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവിക നന്മ, ദൈവിക സംരക്ഷണം കൊണ്ട് അവിടുന്ന് എല്ലാവരെയും നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം മറക്കരുത്. തീർച്ചയായിട്ടും താങ്കളുടെ കോൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. 7 മണിക്ക് ശേഷം വിളിക്കണം. കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയിരുന്ന ഡിസംബർ 12, 13, 14 തീയതികളിൽ പ്രൈം കേരള നടത്തുന്ന ഒരു ധ്യാനമുണ്ട്. 100 പേർക്ക് വേണ്ടി മാത്രമായിട്ട് ആ ശുശ്രൂഷ പരിമിതപ്പെടുത്തിയിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു അത് താങ്കൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. Never miss it, and I tell you, you can't miss it. അത് ഒരിക്കലും അത് ഉപേക്ഷിക്കരുത്. താങ്കൾക്ക് അത് മിസ് ചെയ്യാൻ പറ്റുകയില്ല. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം താങ്കൾക്ക് അനുഭവിപ്പാൻ ഇടയായി തീരും. ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് സന്തോഷത്തോട് ഓ യെസ് ലോർഡ്, യേശുവേ, ഇന്ന് പകൽ രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നീ എത്ര നല്ലവൻ. ആ രണ്ട് കരങ്ങളും ഉയർത്തി ചേർന്ന് പാടുക. നീ എത്ര നല്ലവൻ എന്നേശുവേ, നീ എത്ര നല്ലവൻ എന്നേശുവേ, നീ എത്ര നല്ലവൻ എന്നേശുവേ, നീ എത്ര നല്ലവൻ എന്നേശുവേ, നീ എത്ര നല്ലവൻ. ഉയർത്തിയെന്നെ യേശു തൻ കരത്താൽ, ഉയർത്തിയേ പർവ്വതങ്ങൾക്കുമീതെ, ഉയർത്തിയേ കൊടുങ്കാറ്റുകൾക്കുമീതെ. എന്നേശുവേ, നീ എത്ര നല്ലവൻ. എന്റെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന വീണ്ടും 100 കണക്കിന് വിഷയങ്ങൾ ഇപ്പോൾ വന്നതും വന്നുകൊണ്ടിരിക്കുന്നതും കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വലിയ വിടുതലും സൗഖ്യവും ഉയർച്ചയും നന്മയും അവർക്കുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബർത്ത്ഡേസ് ഉള്ളവരെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. എന്നേശുവേ, നീ അത്ര നല്ലവൻ.